അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ചത്തെ കുറച്ചൊരു മോർണിംഗ് കുറച്ച് വിശേഷങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. പുറത്തിങ്ങനെ മഴ പെയ്യാത്തോരുക ആ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മൾ തുമ്പിപ്പെണ്ണിന് പോളിയോ കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ തുമ്പിപ്പെണ്ണിന് രാവിലെ തന്നെ പോയി പോളിയോ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഒന്നാമത് മഴ ആയതുകൊണ്ട് മഴേൻ്റെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ ചായ ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ചായക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അട ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അട അങ്ങനെ ഉണ്ടാക്കാറില്ല, നമ്മൾ പുട്ട് ദോശ അങ്ങനെ മാറി മാറി കളിക്കാറാണ്. അപ്പോൾ ഇന്ന് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി ഇതാക്കുന്ന പോലെ എല്ലാം കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി പൊടി കൊണ്ട് കുഴച്ച് നമ്മൾ ഏകദേശം ആക്കി സെറ്റാക്കി. പക്ഷേ കുഴച്ച് കഴിയാനായപ്പോഴാണ് ചപ്പാത്തി പൊടി തീർന്നു പോയ കാര്യം അറിഞ്ഞത് കേട്ടോ. ഞാൻ കുഴച്ച് എല്ലാം സെറ്റായി കഴിഞ്ഞപ്പം ചപ്പാത്തി പൊടി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോഴേക്കാണ് ചപ്പാത്തിപ്പൊടി തീർന്നു എന്ന് മനസ്സിലായത് കേട്ടോ. പിന്നെ ഒരു പാക്കറ്റിൽ ഒന്നുപോലും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു പെട്ടിരിക്കുന്ന ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് കുഴച്ചും ചെയ്തു, അത് ഉണ്ടാക്കാമെന്ന് പ്ലാനും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ള ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ഇപ്പോൾ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചില്ല. ഇനിയിപ്പോൾ എന്തുകൊണ്ട് അത് സെറ്റാക്കും, മീൻസ് പരത്തി എടുക്കണമല്ലോ. പരത്തി എടുക്കാൻ വേണ്ടി നമ്മൾ പുട്ടുപൊടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പുട്ടുപൊടി എടുത്താൽ സെറ്റാവുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല. പിന്നെ ഒരു പരീക്ഷണാർത്ഥത്തിൽ അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് പുട്ടിലേക്ക് തന്നെ നമ്മൾ ദേശീയ ഭക്ഷണമായ പുട്ടിലേക്ക് തന്നെ പിടിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഒരു രണ്ടും കൽപ്പിച്ച് കുറച്ച് പുട്ടുപൊടി എടുത്ത് അതിൽ വെതറി ഒന്ന് സെറ്റാക്കാൻ പറ്റുമോ നോക്കിയതാണ് കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, പുട്ടുപൊടി ഇട്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചപ്പാത്തിപ്പൊടി നമ്മൾ ഏകദേശം പരത്തിയെടുക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് പുട്ടുപൊടിയിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ചപ്പാത്തിപ്പൊടി തീർന്ന കാരണം അപ്പോൾ അത് ആ പുട്ടുപൊടി ഇട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പരത്തി കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ചപ്പാത്തിപ്പൊടിയും കൂടെ മതിയായിരുന്നു കേട്ടോ. പക്ഷേ അത് തീർന്ന സ്ഥിതിക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ പുട്ടുപൊടി ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു, പരത്തി കിട്ടുന്നുണ്ട്. ഞാൻ വെച്ച് പരത്താൻ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമല്ലോ, നമ്മൾ പൊടി തേച്ചാലേ സെറ്റ് ആവുള്ളൂ. അങ്ങനെ പുട്ടുപൊടി വെച്ച് അഡ്ജസ്റ്റ് ആക്കി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാ പരത്തുന്ന പോലെയൊക്കെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ. ഏകദേശം പരത്തി റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് നമ്മൾ തേങ്ങയും ശർക്കരയും അല്ലെങ്കിൽ ചേർത്ത് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ ഞങ്ങൾ നേരത്തെ വെച്ച് കുടിച്ചു കേട്ടോ. പിന്നെ വെള്ളം ഇപ്പുറത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഏട്ടനവിടെ കുറച്ച് പണികളൊക്കെ എന്നെ ചെറുതായിട്ടൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യും അങ്ങനെ. അപ്പോൾ ഇതാ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുമ്പിപ്പെണ്ണ് എണീറ്റിട്ടില്ല കേട്ടോ. തുമ്പിപ്പെണ്ണ് നല്ല ഉറക്കമാണ്. ഇനിയിപ്പം തുമ്പിപ്പെണ്ണെ വിളിച്ച് എണീപ്പിക്കണം. പുറത്താണെങ്കിൽ നോക്കുമ്പം ഒരു രക്ഷയില്ല, നല്ല മഴയാണ് കേട്ടോ, പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്താ പറയുക, ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലും ഇല്ല, പെയ്തുകൊണ്ടേയിരിക്കുക. ഇടയിൽ ഞാൻ ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാനതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് വേഗം ചുട്ടെടുക്കാമെന്നുള്ള രീതിയിൽ അതുകൊണ്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് പിന്നെ ചുട്ടെടുക്കുന്നത്. അങ്ങനെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടനവിടെ ചെറിയ നമ്മൾ ഫ്രിഡ്ജ് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജ് കുറച്ച് വൃത്തികേടായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടനത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അതിൻ്റെ കുറച്ച് പരിപാടികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പണികൾ അവിടെ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണം ഈ ഞായറാഴ്ച എന്നൊക്കെ വിചാരിച്ച് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ എവിടെയും പോകുമെന്ന് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ പോളിയോ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് എടുത്ത് വന്നാൽ മതി എന്നുള്ള അവസ്ഥയാണ് പുറത്ത്. അത്രയ്ക്ക് നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പോളിയോ തന്നെ എടുക്കാൻ പോവാൻ എങ്ങനെയാണെന്ന് ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല തകൃതിയായിട്ടാണ്. ഇടയ്ക്ക് പെയ്യുക തോരുക, നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത പോലെയാണ് മഴ പെയ്യുന്നത്. ഇനി മഴ ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ അപ്പം തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ മഴ പെയ്യും. അപ്പോൾ നമ്മളിത് അടയൊക്കെ ഏകദേശം സെറ്റാക്കി ഞാൻ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ചുട്ട് കഴിയാനും ആയിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാൻ തുമ്പിപ്പെണ്ണിനുള്ള ചായയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ തുമ്പിപ്പെണ്ണിനെ പോയിട്ടൊന്ന് വിളിക്കണം, എന്നിട്ട് അവളൊന്ന് റെഡിയാക്കി സെറ്റാക്കണം. എന്നിട്ട് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഏകദേശം അംഗനവാടിയിലൊക്കെ എത്തി കേട്ടോ. അപ്പോൾ അംഗനവാടിയിലൊക്കെ എത്തി. അപ്പോൾ നമ്മൾ തുമ്പിപ്പെണ്ണിന് പോളിയോ എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആളങ്ങനെ വലിയ കരച്ചിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആൾ വായൊക്കെ പൊളിച്ചു കൊടുത്തു. നമ്മൾ മരുന്ന് വരാൻ കുറച്ച് താമസം എടുത്തു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആളോട് ഓൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ ഒരു തൊപ്പിയും കിട്ടിയിട്ടുണ്ടോ. ആൾ നല്ല ഹാപ്പിയാണ്. ഓൾറെഡി പറഞ്ഞു കൊടുത്തായിരുന്നു കേട്ടോ, കരയരുതെന്നൊക്കെ തന്നെ. ഞാൻ കുറച്ച് കരയെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ആൾ നല്ല കൂളായിട്ട് ഇരുന്ന് കൊടുത്തു കേട്ടോ എൻ്റെ മടിയിൽ തന്നെ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി പോളിയോ മരുന്നൊക്കെ കൊടുത്ത് നമ്മളിതാ വീട്ടിലൊക്കെ എത്തിയിട്ടോ. വീട്ടിലെത്തിയ പാടെ തന്നെ നമ്മൾ രാവിലത്തെ അട മര്യാദയ്ക്ക് തിന്നാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ആ ഒരു അട ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം അതൊക്കെ ഒന്ന് എടുത്ത് ഞാനൊന്ന് തിന്നു കേട്ടോ. എനിക്ക് തിന്നാൻ പറ്റിയില്ലായിരുന്നു. മര്യാദയ്ക്ക് നമ്മൾ പെട്ടെന്ന് തിരക്കിട്ട് പോയതല്ലേ. പോകുന്ന സമയത്തും അങ്ങനെ മഴ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത്. പിന്നെ മഴേൻ്റെ ഗ്യാപ്പ് നോക്കി നിന്ന് കഴിഞ്ഞാൽ അന്ന് പോക്ക് നടക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം തന്നെ പോയത് കേട്ടോ. അങ്ങനെ വന്ന പാടെ ഇവളും അങ്ങനെ തിന്നിട്ടില്ല. പോകുന്ന സമയത്ത് ഒരു അര കഷ്ണമൊക്കെ അടയോ തിന്നിട്ടുള്ളൂ. പിന്നെ ഇവയ്ക്ക് എന്തെങ്കിലും ആദ്യം
ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏത്തപ്പഴം വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ജസ്റ്റ് വാട്ടുന്നുണ്ട്. അങ്ങനെ തിന്നൊന്നുമില്ല, മീൻസ് ഫുള്ളൊന്നും തിന്നില്ല, എന്നാലും കുറച്ച് തിന്നാൽ കുറച്ച് വിശപ്പ് മാറുമല്ലോ. അപ്പോൾ ആൾക്ക് ചെറിയൊരു വെയിറ്റ് കുറവുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതുണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എൻ്റെ ഉച്ചത്തേക്കുള്ള പണികളും കൂടെ ചെയ്യണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളും ജസ്റ്റ് ചോറും കൂടെ വെച്ചിട്ടങ്ങ് പോയതാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ പിന്നെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ തുമ്പിപ്പെണ്ണ് ഇതാ വന്ന പാടെ അച്ഛനും മോളും കൂടെ അവിടെ ഭയങ്കര കളിയാണ് കേട്ടോ, എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഏത്തപ്പഴം ആയ സ്ഥിതിക്ക് ഞാൻ അവൾക്ക് കൈയോടെ തന്നെ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവളുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവളവിടെ കോലായിൽ എന്തോ കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, എൻ്റെ പുറകെ ഇങ്ങനെ വരികയാണ്, അടുക്കളയിലേക്ക് എൻ്റെ പുറകെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി കഴിക്കുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് അച്ഛൻ തരുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അച്ഛനെ മോളെ കഴിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി കുറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് വറുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കാണ്. അപ്പോൾ അത് വറുക്കും കൂടെ ചെയ്യണം. പിന്നെ ഉപ്പേരി കറിയൊക്കെ ഉണ്ട് കേട്ടോ, മീൻ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ, ഓൾറെഡി ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഒന്ന് എടുത്ത് ആ സമയത്ത് ചൂടാക്കിയാൽ മതിയല്ലോ. പിന്നെ ഉപ്പേരിക്ക് ഇപ്പോൾ എന്താക്കും, ഉപ്പേരിക്ക് പയർ ഉണ്ടാക്കാമെന്ന് ഇരിക്കുകയാണ്. അപ്പോൾ പയറൊന്ന് അരിഞ്ഞ് അതൊന്ന് സെറ്റാക്കി അതും കൂടെ വെക്കണം. അപ്പോൾ അത് മീൻ വറുക്കാനുള്ള മീനൊക്കെ ഇതാ പൊടിയൊക്കെ ഇട്ട് കുഴച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ ഇതാ പൊടിയൊക്കെ തേച്ച് അതൊക്കെ ഞാൻ എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ പയറുപ്പേരി വെക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി കഴുകി ഞാനിതാ പയർ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പയർ വെക്കുമ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ സാധാ കടുകിലിട്ട് വറുത്ത് അങ്ങനെ വറവിട്ടിട്ട് പിന്നെ തേങ്ങയിട്ട് അങ്ങനെയാട്ടോ വെക്കാറ്. അപ്പോൾ ഞാൻ ഇത്തിരി നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടി കേട്ടോ, നല്ലൊരു ടേസ്റ്റ് പോലെ തോന്നാറുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ വെക്കാറ്. നമ്മൾ എണ്ണയിലിട്ട് വാട്ടുമ്പോൾ ഇത്തിരി മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് തേങ്ങയിട്ട് അങ്ങനെയാണ് എടുക്കാറ് കേട്ടോ. അപ്പോൾ അത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം ഉച്ചത്തുള്ള പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഉപ്പേരിയും കൂടെ സെറ്റായി കഴിഞ്ഞാൽ അത് ഏകദേശം കഴിയും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തുമ്പിപ്പെണ്ണും അച്ഛനും കൂടെ അവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. ബോളുണ്ട്, അപ്പോൾ ബോൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഏകദേശം എല്ലാ പണികളും ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണ് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ.